ക്രിക്കി മലയാളം 2.0യുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഗേസ്, കേരളത്തിലിവിടെ പലയിടത്തും ശക്തമായിട്ടുള്ള മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അങ്ങ് ഹൈദരാബാദിൽ ഒരു കിടിലം പോരാട്ടം ഇടിമിന്നലോടുകൂടിയുള്ള ഒരു മത്സരം തന്നെയാണ് നമ്മൾ കണ്ടു കഴിഞ്ഞിരിക്കുന്നതും. അത്തരത്തിലുള്ള റണ്ണൊഴുകിയ ഒരു മത്സരം. ഏതായാലും RR vs SR തമ്മിലുള്ള മത്സരത്തിൽ ഒടുവിൽ SRH 44 റൺസിന് രാജസ്ഥാൻ റോയൽസിനെ തോൽപ്പിച്ചിരിക്കുന്നു. ടോസ് ലഭിച്ചിട്ടും എന്തിനാണ് രാജസ്ഥാൻ റോയൽസിന്റെ ക്യാപ്റ്റൻ റിയാൻ പരാഗ് ബോൾ ഫസ്റ്റ് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുത്തെന്നുള്ളത് ഇപ്പോഴും പിടികിട്ടുന്നില്ല. ഏതായാലും ആദ്യം ബാറ്റ് ചെയ്ത സൺറൈസേഴ്സ് ഹൈദരാബാദ് 286 എന്ന കൂറ്റൻ റൺ മല തന്നെയാണ് അടിച്ചു കൂട്ടിയത്. ട്രാവിസ് ഹെഡും അതുപോലെ തന്നെ ഇഷാൻ കിഷന്റെയും ഒക്കെ വെടിക്കെട്ട് പൂരമാണ് പിന്നീട് നമ്മൾ കാണുന്നതും. ഇഷാൻ കിഷനൊക്കെ സെഞ്ചുറി അടിച്ചുകൊണ്ട് SRHൽ വരെ വറിയിക്കുന്ന കാഴ്ച. മറുപടി ബാറ്റിംഗിൽ വലിയ വിജയലക്ഷ്യം തന്നെ മുന്നിൽ കണ്ടുകൊണ്ട് ബാറ്റ് ചെയ്യാനെത്തിയ രാജസ്ഥാൻ റോയൽസിന് തുടക്കം തന്നെ തകർച്ചയോടുകൂടിയായിരുന്നു. അതെ, യശസ്വി ജയ്സ്വാളിനെയാണ് അവർക്ക് ആദ്യം നഷ്ടമാവുന്നത്. രണ്ടാം ഓവറിൽ തന്നെ 2 വിക്കറ്റുകൾ നഷ്ടമായി. പിന്നീട് പവർ പ്ലേ അവസാനിക്കുമ്പോഴേക്കും 3 വിക്കറ്റുകൾ രാജസ്ഥാൻ റോയൽസിന് നഷ്ടമായി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരു ഭാഗത്ത് സഞ്ജു സാംസൺ മുഹമ്മദ് ഷമിയെ പോലും കടന്നാക്രമിച്ചുകൊണ്ട് കളിക്കുന്ന മനോഹര കാഴ്ചയും നമ്മൾ കണ്ടു. ജയ്സ്വാളും നിതീഷ് റാണയും അതുപോലെ തന്നെ ക്യാപ്റ്റൻ റിയാൻ പരാഗും ഒക്കെ നിരാശപ്പെടുത്തിയപ്പോൾ സഞ്ജു സാംസണും ധ്രുവ് ജുറേലും ചേർന്നുകൊണ്ട് നടത്തിയ ഒരു പോരാട്ട വീര്യമുണ്ട്. അത് എടുത്തു പറയേണ്ടത് തന്നെയാണ്. അവരുടെ രക്ഷാപ്രവർത്തനത്തിൽ വലിയ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ടായിരുന്നു ആരാധകരും ഇരുന്നിട്ടുണ്ടായിരുന്നത്. 37 പന്തുകളിൽ 7 ബൗണ്ടറികളും 4 സിക്സറുകളും സഹിതം സഞ്ജു സാംസൺ 66 റൺസ് അടിച്ചു കൂട്ടിയിട്ടുണ്ടായിരുന്നു. 35 പന്തിൽ 5 ബൗണ്ടറികളും 6 സിക്സറുകളും പറത്തിക്കൊണ്ട് 70 റൺസ് ധ്രുവ് ജുറേലും സ്വന്തമാക്കി. സഞ്ജു ജുറേലും മികച്ച പ്രകടനം തന്നെയാണ് പുറത്തെടുത്തത്. പക്ഷേ ഇവർ പുറത്താകുമ്പോഴും പിന്നീടും ഒരു വലിയ റൺ മല തന്നെ രാജസ്ഥാൻ റോയൽസിന് മറികടക്കാനുണ്ടായിരുന്നു. പക്ഷേ അവസാന ഓവറുകളിൽ പോലും ശുഭം ദുബെയും ഷിംറോൺ ഹെറ്റിമേറും ഒക്കെ തകർത്തടിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അവരും കടന്ന് ആക്രമിച്ചതോടുകൂടിയാണ് രാജസ്ഥാൻ റോയൽസിന്റെ സ്കോർ ബോർഡ് 200 കടന്ന് മുന്നോട്ട് കൊണ്ടുപോയത്. ഏതായാലും ഈ ഒരു പരാജയത്തിന്റെ ആഘാതം കുറയ്ക്കാനും ഇവരുടെ പ്രകടനം സഹായമായിട്ടുണ്ട് എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. വലിയൊരു മാർജിനിൽ ഏകദേശം ഒരു 100-150 റൺസിനൊക്കെ മുകളിലുള്ള ഒരു മാർജിനിൽ രാജസ്ഥാൻ റോയൽസ് തോൽവി അറിയേണ്ടി വരുമോ എന്നുള്ളത് ഒരു സമയത്ത് നമ്മളൊക്കെ ആശങ്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ തീർച്ചയായിട്ടും അവർ നടത്തിയിട്ടുള്ള പോരാട്ട വീര്യം, സഞ്ജു സാംസണും ധ്രുവ് ജുറേലും ഷിംറോൺ ഹെറ്റിമേറും ശുഭം ദുബെയും ഒക്കെ നടത്തിയിട്ടുള്ള കിടിലം പ്രകടനം എടുത്തു പറയേണ്ടതാണ്. പക്ഷേ RRന്റെ ബൗളിംഗ് യൂണിറ്റ് വളരെ പരിതാപകരമായിട്ടുള്ള പെർഫോമൻസ് ആണ് ഇന്നത്തെ മത്സരത്തിൽ പുറത്തെടുത്തതെന്നുള്ള കാര്യവും പറയാതിരിക്കാൻ വയ്യ. ഏതായാലും SRH ഒരു ഗംഭീര വിജയം തന്നെ സ്വന്തമാക്കിയിരിക്കുന്നു. ഏതായാലും ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്ത അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. ചെറിയൊരു ഗുഡ് ബൈ.